ഈരാറ്റുപേട്ടയിൽ നിന്നും കോതമംഗലത്തേക്ക് കൊണ്ടുപോകുന്ന തടിലോറിയാണ് പോലീസ് പിടികൂടിയത്. വീട് പണിയുന്നതിന്റെ ആവശ്യത്തിനായാണ് ആഞ്ഞിലിത്തടി ഇവർ കൊണ്ടുപോയത്. ആഞ്ഞിലിത്തടി കൊണ്ടുപോകുന്നതിന് പാസ് വേണ്ട എന്നാണ് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് മറ്റു രേഖകളെല്ലാം ഇവരുടെ കൈവശവും ഉണ്ടായിരുന്നു. വീട് പണിക്ക് കൊണ്ടുപോകുന്നതാണെന്ന് തെളിയിക്കുവാനുള്ള കെട്ടിടത്തിന്റെ പ്ലാനും മുനിസിപ്പൽ ലൈസൻസും പോലീസിന് മുമ്പാകെ ഇവർ ഹാജരാക്കി. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ 15,000 രൂപയായിരുന്നു തൊടുപുഴ ട്രാഫിക് എസ് ഐ കൈക്കൂലിയായി ചോദിച്ചത്. ട്രാഫിക് എസ് ഐ ആണെന്നാണ് അന്വേഷിച്ച് പറഞ്ഞത്. ഇപ്പോൾ സ്റ്റേഷനിൽ വന്നതിന് ശേഷം അറിഞ്ഞത് മാത്യു എന്ന് പറയുന്ന സാറ് വണ്ടി തടഞ്ഞു നിർത്തി 15,000 രൂപ ചോദിക്കുകയാണ്. 15,000 രൂപ പറഞ്ഞ് ഞാൻ അഞ്ച് എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ ATM കാർഡിൽ നിന്ന് എടുക്കാൻ പറയുകയാണ്. അപ്പോൾ ഇത് ATM അല്ല, ഇത് സോളാറിൻ്റെ കാൽക്കുലേറ്ററാണ്. അപ്പോൾ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇത് ATM അല്ല. ATM മാറിയാലോ കണ്ട് ATM കൗണ്ടറുണ്ട്, അവിടെ പോയി എടുത്തുകൊണ്ടിരാൻ പറയാൻ പറഞ്ഞു എൻ്റെ കയ്യിൽ. അപ്പോൾ അങ്ങനെ കാല് പിടിച്ചു പോയേക്കടെ, അയാൾ വിടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ സെയിൽ ടാക്സോ കോടതി എവിടെയെന്ന് വെച്ചാൽ കൊടുക്കുക. പണം ലഭിക്കാതെ വന്നതോടെ വാഹനം കസ്റ്റഡിയിലെടുത്ത് പോലീസ് സ്റ്റേഷൻ പരിസരത്തെത്തിക്കുകയായിരുന്നു. കേസ് രജിസ്റ്റർ ചെയ്യുന്നതിനു മുമ്പും പണം ആവശ്യപ്പെട്ടിരുന്നു. പോലീസ് സ്റ്റേഷന്റെ പരിസരത്തെത്തിച്ച വാഹനം പിന്നീട് സെയിൽ ടാക്സിന് കൈമാറുമെന്നുള്ള മഹസര തയ്യാറാക്കി. പാസ് സംബന്ധമായ ഒരു കാര്യവും എഴുതി ചേർത്തിട്ടുമില്ല. മറ്റു വാഹനങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള തടിലോടാണ് എന്നാണ് പോലീസ് എഴുതി വച്ചിരിക്കുന്നത്. തൊടുപുഴ നഗരത്തിൽ മോഷണങ്ങൾ പെരുകുന്ന സാഹചര്യത്തിൽ മോഷ്ടാക്കളെ പിടിക്കേണ്ട പോലീസാണ് മറ്റു വാഹന പരിശോധന നടത്തി കൈക്കൂലി ആവശ്യപ്പെടുന്നത്. VS ഹൈദർ അലി, റിപ്പോർട്ടർ, ഇടുക്കി.